നമസ്കാരം. പ്രവാസി ഓൺലൈൻ ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു എക്സ്ക്ലൂസീവ് ആണ്. ഇക്കൊല്ലം ഏപ്രിലിൽ, അതായത് നാളെ ആരംഭിക്കുന്ന ഏപ്രിലിൽ ഒരു വർഷത്തിന്റെ ആദ്യത്തെ ക്വാർട്ടറൽ കഴിയുകയാണ് ഇന്ന്. നാളെ മുതൽ രണ്ടാമത്തെ ക്വാർട്ടറൽ തുടങ്ങുമ്പോൾ, അതായത് ഏപ്രിൽ മാസത്തിൽ ജർമ്മനിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ വിഷയം. വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, രക്ഷാകർതൃ അലവൻസ് ആനുകൂല്യം കുറയ്ക്കുന്നത് മുതൽ ഡ്രൈവർമാരുടെ ലൈസൻസ് തിയറി ടെസ്റ്റിലെ പുതിയ ചോദ്യങ്ങൾ, ഡിജിറ്റൽ ഡോക്യുമെന്റുകൾക്കായുള്ള വിവിധ ട്രയലുകൾ വരെ ഈ ഏപ്രിലിൽ ജർമ്മനിയിൽ പുതിയ മാറ്റങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളാണ്. അതിലേക്ക് കടക്കുകയാണ്. എൽറ്റേൺഗെൽഡിലേക്കുള്ള കട്ടിംഗ് ആണ് ആദ്യത്തേത്. ഒരു കുട്ടിയുടെ ജനനത്തിന് ശേഷം അവധിയായി മാറ്റുമ്പോൾ അമ്മമാർക്കും പിതാവിനും ഭാഗിക വേതനം മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ആനുകൂല്യമായി ലഭിക്കുന്ന എൽറ്റേൺഗെൽഡ് അല്ലെങ്കിൽ രക്ഷാകർതൃ അലവൻസ് ഏപ്രിൽ മുതൽ അതിന്റെ വ്യാപ്തി കുറയ്ക്കുകയാണ്. ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഇനി ആനുകൂല്യത്തിന് അർഹതയില്ല. പകരം 1,70,500 യൂറോ അല്ലെങ്കിൽ അതിൽ താഴെയോ നികുതി വിധേയമായ വാർഷിക വരുമാനമുള്ള അവിവാഹിതരായ രക്ഷിതാക്കൾക്കും ദമ്പതികൾക്കും മാത്രമായി ഇത് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത് മലയാളികളെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇവിടെ ജോലി ചെയ്യുന്ന ഒട്ടുമുക്കാലും മലയാളികളുടെയും വാർഷിക വരുമാനം 1,70,500 താഴെ ആയതുകൊണ്ട്, അതായത് 1,70,500 യൂറോയിൽ താഴെ ആയതുകൊണ്ട് അവരെ ബാധിക്കില്ല. അതേസമയം ഈ വർഷം ഏപ്രിൽ 1 അതിനുശേഷമോ ജനിക്കുന്ന കുട്ടികൾക്കാണ് ഈ പുതിയ പരിധി ബാധകമാകുന്നത്. അടുത്തത് ഡിജിറ്റൽ വാഹന രജിസ്ട്രേഷൻ രേഖകളുടെ പരീക്ഷണം ഏപ്രിൽ ആരംഭിക്കുന്നു എന്ന കാര്യമാണ്. മാസത്തിന്റെ ആരംഭം മുതൽ വാഹനം ഓടിക്കുന്നവർക്ക് ഫെഡറൽ മോട്ടോർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഫെഡറൽ പ്രിന്റിംഗ് ഓഫീസും സംയുക്തമായി വികസിപ്പിച്ച ആപ്പ് പരീക്ഷിക്കാൻ കഴിയും. സ്മാർട്ട് ഫോണിൽ വാഹന രജിസ്ട്രേഷൻ രേഖകൾ കാണിക്കാൻ ആപ്പ് ഉപയോക്താവിന് അനുവദിക്കുന്നുണ്ട്. ഇത് വിജയകരമാണെന്ന് തെളിയുകയാണെങ്കിൽ ഡ്രൈവർമാർ അവരുടെ വാഹനങ്ങളിൽ ഈ രേഖകളുടെ ഫിസിക്കൽ കോപ്പി വാങ്ങി സൂക്ഷിക്കേണ്ടതില്ല. ഒരു ഫിസിക്കൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തങ്ങളുടെ സ്മാർട്ട് ഫോണിൽ സർട്ടിഫിക്കറ്റിന്റെ ഡിജിറ്റൽ പകർപ്പ് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏപ്രിൽ ഒരു ട്രയൽ പീരീഡായി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും പുതിയ ഒരു പരീക്ഷണം എന്നോണം ഉപയോഗിച്ച് പരിശീലിക്കാവുന്നതാണ്. അടുത്തത് സൈദ്ധാന്തിക ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയ ചോദ്യങ്ങൾ ചേർത്ത്. ഡ്രൈവിംഗിനെ കുറിച്ച് പറയുമ്പോൾ, ഡ്രൈവിംഗ് ലൈസൻസ് നേടാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഏപ്രിൽ 1 മുതൽ തിയറി പരീക്ഷയിൽ അല്പം പരിഷ്കരിച്ച ചോദ്യങ്ങളുടെ പട്ടികയാണ് നേരിടേണ്ടി വരിക. നിയമപരമായ മാറ്റങ്ങൾ കാരണം ചില ചോദ്യങ്ങൾ ഇല്ലാതാക്കി. മറ്റുള്ളവയാണ് ഇപ്പോൾ കൂടുതലായി ചേർത്തിരിക്കുന്നത്. ഉദാഹരണത്തിന്, വണ്ടി ഓടിക്കുമ്പോൾ വലത്തേക്ക് തിരിയുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, കവലകളിലെ വലത് വഴി നിയന്ത്രണങ്ങൾ, ചില ട്രാഫിക് അടയാളങ്ങൾ എന്നിവയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് തിയറി ടെസ്റ്റുകൾക്ക് ഉപയോഗിക്കാവുന്ന സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഔദ്യോഗിക ലിസ്റ്റ് ഓരോ 6 മാസത്തിലും മാറ്റുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ ചോദ്യങ്ങളിൽ കാര്യമായ മാറ്റം വരുത്തിയിരുന്നു. അടുത്തത് യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടനിലേക്കുള്ള യാത്രയ്ക്ക് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ആവശ്യമാണെന്ന കാര്യമാണ്. ജർമ്മനി കൂടാതെ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തുടങ്ങിയ വിസ ആവശ്യങ്ങളില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് UK യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏപ്രിലിൽ ആരംഭിക്കുന്ന പാസ്പോർട്ടിന് പുറമെ ഒരു ഇലക്ട്രോണിക് യാത്രാ അംഗീകാരവും, അതായത് ETA ആവശ്യമാണ്. ഇത് ഓൺലൈനിൽ കയറി പൂരിപ്പിച്ചിട്ട് വേണം അത് സാധൂകരിക്കാൻ. അല്ല എങ്കിൽ ബ്രിട്ടീഷ് ഹോം ഓഫീസ് പറയുന്നതനുസരിച്ച് പുതിയ നിയന്ത്രണം ഏപ്രിൽ 2 മുതൽ യൂറോപ്യന്മാർക്കും ബാധകമാകും എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ETA വില 10 പൗണ്ട്, അത് ഏകദേശം 12 യൂറോ വരും. ഇത് 2 വർഷമാണ് ഇതിന്റെ കാലാവധി. അതിനുശേഷം പുതുക്കുകയും വേണം. ETA ഇല്ലാതെ ഒരു കാരണവശാലും UK യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അടുത്ത രോഗികളുടെ ഇലക്ട്രോണിക് റെക്കോർഡുകളാണ്. ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡിനായുള്ള, അതായത് EPA ട്രയൽ റൺ ജനുവരി 15 മുതൽ ആരംഭിച്ചിരുന്നു. ഇതുവരെ 300ഓളം പങ്കാളിത്ത പരിശീലനമുള്ള 3 മേഖലകൾ മാത്രമായി തരംതിരിച്ചു. മാർച്ച് പകുതിയോടെ ഭൂരിഭാഗം ഫെഡറൽ ഉടമസ്ഥയിലുള്ള ഡിജിറ്റൽ ഏജൻസിയായ ഗമാറ്റിക് സിസ്റ്റം സുസ്ഥിരമാണോ എന്നും രാജ്യവ്യാപകമായി അവതരിപ്പിക്കാനാകുമോ എന്നും പരിശോധിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഏജൻസി അനുകൂല വിധി പുറപ്പെടുവിച്ചാൽ ഏപ്രിൽ മുതൽ ഇത് സാധ്യമാക്കും. ഈ സംവിധാനത്തിൽ നിന്നും വിട്ടുനിൽക്കാത്ത രോഗികൾക്ക് എക്സ്റേ, ഡോക്ടറുടെ കത്തുകൾ, ലബോറട്ടറി ഫലങ്ങൾ എന്നിവയുള്ള എല്ലാ ആരോഗ്യരേഖകളും EPAയിൽ സൂക്ഷിക്കും. വിവിധ മെഡിക്കൽ പ്രാക്ടീഷണറുകൾക്കും ഫാർമസികൾക്കും രോഗികളുടെ ഫയലുകൾ കൂടുതൽ എളുപ്പത്തിൽ പങ്കിടാനും അവലോകനം ചെയ്യാനും എളുപ്പമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ സംവിധാനം. ഫെഡറൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പദ്ധതികൾ ഇതനുസരിച്ച് ജർമ്മനിയിലെ ഓരോ ഇൻഷുർ ചെയ്തിട്ടുള്ള രോഗിക്കും EPA ലഭിക്കും.
അടുത്തത് ഏപ്രിൽ 18 മുതൽ 21 വരെ ഈസ്റ്റർ അവധികളാണ്. ജർമ്മനിയിലെ ജോലിക്കാർക്ക് ഏപ്രിലിൽ 2 പൊതു ഒഴിവുകളാണ് ഉണ്ടാവുന്നത്. ഏപ്രിൽ 18 ദുഃഖ വെള്ളിയാഴ്ചയും 21 ഈസ്റ്റർ തിങ്കളാഴ്ചയും. ഈസ്റ്റർ ഞായറാഴ്ച തീർച്ചയായും ഈ വർഷം ഏപ്രിൽ 20 ഇതിന് രണ്ടിനും ഇടയിലുമാണ് ഈ പറഞ്ഞ അവധി ദിവസങ്ങൾ ഉണ്ടാവുക. 4 ദിവസത്തെ വാരാന്ത്യത്തെക്കാൾ അല്പം കൂടുതൽ അവധിക്കാലം വേണമെങ്കിൽ ഏപ്രിൽ 12 ശനിയാഴ്ച മുതൽ 21 വരെ ഫലപ്രദമായി 10 ദിവസത്തെ അവധി ബ്ലോക്ക് ചെയ്തുകൊണ്ട് വേണേ എടുക്കാൻ പറ്റും. പക്ഷെ നേരത്തെ തന്നെ മേലധികാരികളുടെ അംഗീകാരം ലഭിച്ചിരിക്കണം. അത് മാത്രമല്ല, അല്ലെങ്കിൽ ഏപ്രിൽ 14 മുതൽ 17 വരെയും നമുക്ക് അവധിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ മിക്ക ബിസിനസ്സുകളും സൂപ്പർ മാർക്കറ്റുകളും ഉൾപ്പെടെ പൊതു അവധി ദിവസങ്ങളിൽ ഞായറാഴ്ചയ്ക്ക് പുറമെ പതിവ് പോലെ അടച്ചിരിക്കും. പുതിയതായി എത്തിയിരിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഒരു പുതിയ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ മലയാളികൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അവധിക്കാല വാരാന്ത്യത്തിൽ ആവശ്യമുള്ളതെല്ലാം സമയത്തിന് മുമ്പേ സംഭരിക്കാൻ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇടയ്ക്ക് ശനിയാഴ്ചകളിൽ കടകളിൽ തിരക്ക്, അതായത് ഈസ്റ്റർ ശനിയാഴ്ച കടകളിൽ തിരക്ക് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി അടുത്തത് ജർമ്മനിയിൽ ഒരു പുതിയ കൂട്ടുകെട്ട് സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ്. ജർമ്മനിയുടെ ഇൻകമിംഗ് ചാൻസലർ സ്ഥാനാർത്ഥിയായ ഫ്രെഡറിക് മെർസ് ഈസ്റ്റർ ദിനത്തിൽ ഒരു പുതിയ സർക്കാർ രൂപീകരിക്കാൻ ആഗ്രഹിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് ഏപ്രിൽ 20 ഞായറാഴ്ചയ്ക്ക് മുമ്പ്. അതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് വേണ്ടിയുള്ള ഒരു പുതിയ സഖ്യ സർക്കാരിന്റെ ദ്രുതഗതിയിലുള്ള രൂപീകരണമായിരിക്കും അത്. എന്നാൽ ഇതുവരെ യാഥാസ്ഥിതിക CDU CSU പാർട്ടികളുടെ സോഷ്യൽ ഡെമോക്രാറ്റുകളുടെയും നേതാക്കളും സഖ്യ ചർച്ചകൾ ആരംഭിക്കുകയും 4ാമത് സമൂലമായ പുതിയ ചെലവ് നിർദ്ദേശം കൊണ്ടുവരികയും ചെയ്തതിനാൽ വേഗത്തിൽ നീങ്ങാനുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. ഒരു ആഭ്യന്തര രേഖ പ്രകാരം 14ാം ആഴ്ചയിൽ ഒരു സഖ്യ കരാറിൽ ഒപ്പിടാൻ CDU പാർട്ടികൾ ആഗ്രഹിക്കുന്നതായും സൂചനയുണ്ട്. എല്ലാം ആസൂത്രണം ചെയ്താൽ ഏപ്രിൽ 23 തന്നെ ജർമ്മനിക്ക് ഫ്രെഡറിക് മെർസിനെ ചാൻസലറായി ഔദ്യോഗികമായി തെരഞ്ഞെടുക്കാനാകും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അടുത്തത് ചില കരകൗശല തൊഴിലാളികൾക്ക് കൂലി വർധന നൽകുന്നതാണ്. ഏപ്രിൽ മുതൽ ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം. നിർമ്മാണ വ്യവസായത്തിൽ പടിഞ്ഞാറ് 4.2%, കിഴക്ക് 5% കൂലി കൂടുതലാണ് ഇനി നൽകുന്നത്. കെട്ടിട നിർമ്മാണം, സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റോഡ് നിർമ്മാണം എന്നിവയിലെ തൊഴിലാളികൾക്കാണ് ഇത് ബാധകമാകുന്നത്. ഒപ്പം പുതിയ തൊഴിൽ രോഗങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കാര്യവും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ 3 പുതിയ തൊഴിൽ രോഗങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയാണ്. അതായത് ദുരിതബാധിതർക്ക് സാമ്പത്തിക സഹായവും ചികിത്സയും പുനരധിവാസ നടപടികളും ലഭിക്കും എന്നതാണ്. വർഷങ്ങളോളം ഓവർഹെഡ് ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും, അതായത് ചിത്രകാരന്മാർ, ഫിറ്റർമാർ, ഭാവിയിൽ ഒരു തൊഴിൽ രോഗമായി അംഗീകരിക്കപ്പെട്ടതായി മാറും. അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ പരിഗണന ലഭിക്കും. അതുപോലെ ഫുട്ബോൾ പ്രൊഫഷണലുകൾക്കും ടൈലർമാർക്കും കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ വളരെ വലിയ ഒരു രോഗ പ്രതിസന്ധിയായി പറയുന്നത് കൊണ്ട് അവർക്കും ഈ ഒരു കാരണത്താൽ അവരെയും അംഗീകരിക്കും എന്നതാണ്. അടുത്തത് ദീർഘകാലമായി ക്വാർട്സ് പൊടിയുമായി സമ്പർക്കം പുലർത്തുന്ന ഏതൊരാൾക്കും, അതായത് നിർമ്മാണ തൊഴിലാളികളാണ് ഉദ്ദേശിക്കുന്നത്. ഇവരൊക്കെ തന്നെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ എംഫീസമ പോലുള്ള രോഗങ്ങൾക്ക് തൊഴിൽ പരമായി പെട്ടെന്ന് രോഗം പിടിക്കപ്പെടുന്നവരായതുകൊണ്ട് അവരെയും ഈ കൂട്ടരായി അംഗീകരിക്കുകയാണ്. അവർക്കും തൊഴിൽ രോഗത്തിന് അംഗീകരിക്കാൻ അല്ലെങ്കിൽ തൊഴിൽ രോഗം അംഗീകരിച്ച് കിട്ടാൻ അപേക്ഷിക്കാനും യോഗ്യതയുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഏപ്രിൽ മാസത്തിൽ ജർമ്മനിയിൽ മാറി വരുന്ന പുതിയ നിയമങ്ങൾ. ഇതിൽ എല്ലാം തന്നെ നോട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. പലർക്കും പല തരത്തിലും, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ എൽറ്റേൺ ഗിൽഡ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കാര്യമായതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളെ കാണുന്നതെങ്കിൽ, പ്രവാസി ഓൺലൈൻ TV കാണുന്നതെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലെ കൂടെ അറിയിക്കുക. ഇനിയും ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ആദ്യത്തെ ചാനലാണ് കാണുന്നതെങ്കിൽ, പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനലാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഞങ്ങളുടെ എല്ലാ അപ്ലോഡ് വാർത്തകളും എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മറക്കാതെ, മടിക്കാതെ ചെയ്യുക. നന്ദി, നമസ്കാരം.